അധികാരത്തിൻ്റെ ഗർവോ തിളക്കോ ഒന്നുമില്ലാതെ മകനെ ഓർത്ത് പെടയുന്നൊരു അമ്മ മാത്രമാണെന്ന് ഗീത. മക്കളുണ്ടാവില്ല എന്ന് കരുതി ജീവിച്ച ഞങ്ങൾക്ക് ഒരു മകനെ കിട്ടിയപ്പോൾ അവൻ അമിതമായി ലാളിച്ചതിൻ്റെ കുറ്റബോധം പേരെ ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. തുറന്ന മനസ്സോടെ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങളുടെ മകൻ എന്തു തന്നെ സംഭവിച്ചാലും അതിൻ്റെ കാരണക്കാർ അവനെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കാതെ പോയ ഞങ്ങൾ തന്നെയാണ്. അത് മനസ്സിലാക്കിയപ്പോൾ മുതൽ ആഗ്രഹിച്ചതാണ് ഈ കൂടിക്കാഴ്ച. അറിഞ്ഞും അറിയാതെയൊക്കെ നിങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. മാപ്പ്, എല്ലാറ്റിനും മാപ്പ്. അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് വരുണിന് എന്താണ് സംഭവിച്ചതെന്നൊന്ന് അറിയണമെന്ന് തോന്നി. കാരണം ഓരോ ഫോൺ കോളുകളും ഓരോ കോളിംഗ് ബെല്ലുകളും ഒക്കെ അവൻ്റെ ശബ്ദമായിട്ടാണ് ഞങ്ങളുടെ കാതിൽ വന്ന് പതിക്കുന്നത്. അതിൻ്റെ പ്രതീക്ഷയും നിരാശയൊക്കെ താങ്ങാനാവാത്തോണ്ട് ചോദിച്ചു പോവുക, ഞങ്ങളിനി അവന് വേണ്ടി കാത്തിരിക്കണോ? ഞങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടാവില്ല, എനിക്ക് മനസ്സിലാവും. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. വാ, നിങ്ങൾ വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എൻ്റെ കുടുംബം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ഞങ്ങൾ തകർത്തു. കാലിൽ വീണ് മാപ്പ് ചോദിക്കണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു. മനസ്സിലത് 100 ആവർത്തി ചെയ്തു കഴിഞ്ഞു. അല്ലാതെ ഞങ്ങളെ കൊണ്ടാവില്ലല്ലോ. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവിടെ എൻ്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് പൊറുക്കണം. തന്നെ എസ് ഐ വിളിക്കുന്നു. സാർ, ഞാൻ ക്വാർട്ടേഴ്സിൽ ബാഗ് വെച്ചിട്ട് വരാം. സാർ, ഇതാണ് ജോർജ് കുട്ടി. അറിയാം. ടി വിയിലും പത്രത്തിലൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. ഒപ്പിട്. ഇവിടെ പോലീസുകാരെ വിഡ്ഢികളാക്കി എൻ്റെ അഹങ്കാരം ഉണ്ടെന്നറിയാം. ആ പയ്യൻ്റെ ബോഡി കിട്ടുന്നിടം വരെ അത് ഉണ്ടാവും. ഞാനിവിടെ 2-3 വർഷം കാണും. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇല്ല സാർ, ഞാനൊരിക്കലും പോലീസുകാരെ വിഡ്ഢികളായി കണ്ടിട്ടില്ല.
മറിച്ച് ജനങ്ങളുടെ സംരക്ഷകരായി മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സാറും ഈ പോലീസ് സ്റ്റേഷനും എന്നെ സംരക്ഷിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്നോട്ട് വാർക്കയുടെ തട്ട് വിളിക്കാൻ തുടങ്ങുക. തിങ്കളാഴ്ച മുതൽ പോലീസ് സ്റ്റേഷന്റെ തറയുടെ പണി തുടങ്ങണം.